Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 6ലെ ഫസ്റ്റ് ടോപ്പിക് കൺട്രോൾ ഓർഗനൈസേഷൻ. ആൻഡ് സീ ദിസ് ഫിഗർ, ദിസ് എ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ. നിങ്ങൾ ഓൾറെഡി ഈ ഫിഗർ പഠിച്ചതാണ്. ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. ആൻഡ് ദിസ് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ ഡിസൈൻ നിങ്ങൾ മൊഡ്യൂൾ 5ൽ പഠിച്ചതാണ്. ദെൻ ഒരു കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ദെൻ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ കൺട്രോൾ യൂണിറ്റിൻ്റെ ഡിസൈനാണ് പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം എ കൺട്രോൾ യൂണിറ്റ് ആക്ട് ആസ് ദി ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ബിക്കോസ് ഇറ്റ്സ് കൺട്രോൾ ദ എൻറ്റയർ ഓപ്പറേഷൻ ഓഫ് ദി കമ്പ്യൂട്ടർ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻ ഓഫ് കൺട്രോൾ യൂണിറ്റ്. എന്തൊക്കെയായിരിക്കാം ഒരു കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷൻ? ഫസ്റ്റ് വൺ, ഇറ്റ് കൺട്രോൾസ് all other devices such as memory, input and output devices connected to CPU. Then it generates timing and control signal and provide them for all operations. Control unit inde main function to generate control signal ആണ്. Okay, example read, write, PC in, PC out. Okay, then control unit എന്താണ് timing signal കൂടി generate ചെയ്യും. The next one, it controls data flow between CPU and peripheral devices including memory. The next one, it communicates both arithmetic logic unit and main memory. For example, ALU ഒരു അഡിഷൻ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അഡിഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ഡാറ്റ വേണം. അപ്പോൾ ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യുന്നത്? മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തത്. അപ്പോൾ മെമ്മറിയിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യണം. അതായത് റീഡ് എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഡാറ്റ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തു ALU എന്താണ് അഡിഷൻ പെർഫോം ചെയ്യാണ്. ഓക്കെ, ALU അഡിഷൻ പെർഫോം ചെയ്യണമെങ്കിൽ എന്താണ് സം അതർ കൺട്രോൾ സിഗ്നൽ കൺട്രോൾ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബോത്ത് അരിത്തമാറ്റിക് ലോജിക് ആൻഡ് മെയിൻ മെമ്മറി. ഓക്കെ, ദെൻ ALUവിൽ ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്? അതാരാണ് കൺട്രോൾ ചെയ്യുന്നത്? കൺട്രോൾ യൂണിറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യണോ അതോ അരിത്തമാറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യണോ? ഓക്കെ, സോ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യണം. അതായത് ഒരു പ്രോപ്പർ സീക്വൻസിൽ കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യണം. സോ കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് പഠിക്കുന്നത്. കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, അതിനു മുന്നേ ലെറ്റ് us see this figure and this is the relation between control unit and data processor. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു കൺട്രോൾ ലോജിക് കാണാം, ദെൻ ഡാറ്റ പ്രോസസ്സർ. ഓക്കെ, ദിസ് കൺട്രോൾ ലോജിക് ജനറേറ്റ് കൺട്രോൾ സിഗ്നൽ to initiate the micro operation in the data processor. Okay, data processor എന്താണ് ഇൻപുട്ട് ഡാറ്റ റീഡ് ചെയ്യും, ദെൻ എന്താ സം മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യും ബേസ്ഡ് ഓൺ ദ കൺട്രോൾ സിഗ്നൽ ജനറേറ്റഡ് ബൈ ദ കൺട്രോൾ ലോജിക്, ദെൻ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഡാറ്റ പ്രോസസ്സർ എന്താണ് സം സ്റ്റാറ്റസ് കണ്ടീഷൻ കൺട്രോൾ ലോജിക്കിന് സെൻഡ് ചെയ്യും. ഓക്കെ, ദിസ് സ്റ്റാറ്റസ് കണ്ടീഷൻ ആൻഡ് എക്സ്റ്റേണൽ ഇൻപുട്ടിൻ്റെ ബേസിൽ കൺട്രോൾ ലോജിക് എന്താണ് നെക്സ്റ്റ് കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഒരു കൺട്രോൾ ലോജിക്കും ഡാറ്റ പ്രോസസ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് കൺട്രോൾ ഓർഗനൈസേഷൻ. ദാറ്റ് മീൻസ് ഹൗ ടു ഓർഗനൈസ് കൺട്രോൾ യൂണിറ്റ് ആൻഡ് ജനറേറ്റ് ദ കൺട്രോൾ സിഗ്നൽ. അപ്പോൾ 4 മെത്തേഡാണ് ഇവിടെയുള്ളത്. 1 flip-flopper state method, sequencer register and decoder method, PLA control, microprogram control. Okay, first one flip-flopper state method. Okay, and this method uses one flip-flopper state in the control sequential circuit. Okay, at any particular time ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ് 1 ആയി സെറ്റ് ചെയ്യും, all others are cleared. Okay, each flip flop represents a state.
ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ്, ഒരു സ്റ്റേറ്റ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് ഓരോ കൺട്രോൾ സിഗ്നലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സീ ദിസ് ഡയഗ്രാം. ഓക്കെ, ദിസ് ഇസ് ദ കൺട്രോൾ ലോജിക് വിത്ത് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ്. നിങ്ങൾക്ക് ഇവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് കാണാം. ഓക്കെ, ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ കണക്റ്റഡ് ടു ഡിസിഷൻ ലോജിക്. ഓക്കെ, ദ ഡിസിഷൻ ലോജിക്കാണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് വേറൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കുള്ള ഡാറ്റ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും സ്റ്റേറ്റ് ആക്റ്റീവ് ആകുന്നത് ഡിസിഷൻ ലോജിക് കൺട്രോൾ ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അതായത് ഡിസിഷൻ ലോജിക്ക് ഒരു കൺട്രോൾ ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എന്താണ്, സ്റ്റേറ്റ് ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, ദെൻ അറ്റ് ഗിവൺ ടൈം ഇൻ്റർവെൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ് 1 ആയി സെറ്റ് ചെയ്യും, ഓൾ അതേഴ്സ് ആർ ക്ലിയർ ടു 0. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് T0, T1, T2, T4 4 ഔട്ട്പുട്ട് കാണാം. ഓക്കെ, ഈ 4 ഔട്ട്പുട്ടാണ് എന്ത്, നമ്മൾ കൺട്രോൾ സിഗ്നൽ. ഓക്കെ, ദിസ് ഔട്ട്പുട്ട് ഈസ് കണക്റ്റഡ് ടു ഡാറ്റ പ്രോസസ്സിംഗ് സെക്ഷൻ ഓഫ് ദി ഡിജിറ്റൽ സിസ്റ്റം ടു ഇനീഷ്യേറ്റ് സർട്ടൺ ഓപ്പറേഷൻ. ഓക്കെ, അതായത് ഓരോ മൈക്രോ ഓപ്പറേഷനും ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഈ പ്രസൻറ്റ് സ്റ്റേറ്റും എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻ്റെ ബേസിലാണ് ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ വി ക്യാൻ സീ ദാറ്റ് ഒരു അതർ കൺട്രോൾ ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ, ഈ അതർ കൺട്രോൾ ഔട്ട്പുട്ട് എന്താണ്, സംടൈംസ് സം അതർ മൈക്രോ ഓപ്പറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് it's a simple design and increases in operational simplicity. ഓക്കെ, ഇത്രയാണ് എന്ത്, ഒരു 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡ്. മെയിനായിട്ട് എന്താണ്, ഇവിടെ ഡിസിഷൻ ലോജിക് ഉണ്ട്, ദെൻ എന്താണ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഔട്ട്പുട്ടാണ് എന്ത്, മൈക്രോ ഓപ്പറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്. Okay, this method uses a register to sequence the control status. Okay, so ഇവിടെ എന്താണ്, ഒരു സീക്വൻസ് രജിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ സീക്വൻസ് രജിസ്റ്ററിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു ജനറേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ്, അതായത് കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഓരോ സീക്വൻസ് രജിസ്റ്ററിനെയും കണക്ട് ചെയ്തിട്ട് എന്താണ്, ഒരു ഡീകോഡർ ഉണ്ട്. ഓക്കെ, ദിസ് ഡീകോഡർ ഡീകോഡ്സ് ദ രജിസ്റ്റർ ടു പ്രൊവൈഡ് ആൻ output for each state. Okay, then for an n flip flop in the sequence register, the circuit will have 2 raised to n state and the decoder will have 2 raised to n output. Okay, ഒരു സീക്വൻസ് രജിസ്റ്ററിൽ n ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ എന്താണ്, 2 raised to n സ്റ്റേറ്റ്സ് ഉണ്ടാവും, ദെൻ ഡീകോഡറിൽ എന്താണ്, 2 raised to n ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു 4-ബിറ്റ് രജിസ്റ്ററിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 16 സ്റ്റേറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 × 16 ഡീകോഡർ വിൽ ഹാവ് 16 ഔട്ട്പുട്ട്സ് ഫോർ ഈച്ച് സ്റ്റേറ്റ് ഓഫ് ദി രജിസ്റ്റർ. ഓക്കെ, ദെൻ സീ ദിസ് ഫിഗർ. ഇവിടെ നമുക്കൊരു ഡിസിഷൻ ലോജിക് കാണാം, ദെൻ സീക്വൻസ് രജിസ്റ്റർ, ദെൻ ഡീകോഡർ. ഓക്കെ, ഇവിടെയുള്ള സീക്വൻസ് രജിസ്റ്ററിലെ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 4 ഔട്ടായിരിക്കും. അപ്പോൾ T0, T1, T2 ആൻഡ് T3. ഓക്കെ, ദിസ് ഔട്ട്പുട്ട് ഇനീഷ്യേറ്റ് മൈക്രോ ഓപ്പറേഷൻ. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് ഓഫ് ദ ഡീകോഡർ ആൻഡ് എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻ ഡിറ്റർമൈൻ ദ നെക്സ്റ്റ് സ്റ്റേറ്റ്, അതായത് സീക്വൻസ് രജിസ്റ്ററിൽ ഏതാണോ നെക്സ്റ്റ് സ്റ്റേറ്റ്. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു അതർ കൺട്രോൾ ഔട്ട്പുട്ട്സ്. ഓക്കെ, ദിസ് ഓൾസോ ഇനീഷ്യേറ്റ് സം അതർ മൈക്രോ ഓപ്പറേഷൻസ്. ഓക്കെ, ഇത്രയാണ് എന്ത്, സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്. ഇവിടെ മെയിനായി യൂസ് ചെയ്യുന്നത് സീക്വൻസ് രജിസ്റ്ററാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, 4-state sequential logic circuit. The sequencer register has 2 flip-flops and the decoder provides separate output for each state in the registers.
and the transition to the next state in the sequencer register is the function of the present state and external input condition.